കുറച്ച് മെഹന്തി ട്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂം സൈഡിൽ നിന്ന് കൊണ്ടുവരണമല്ലോ. ആഷി ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മാരുടെ അടുത്ത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. വെൽക്കം ടു ഷാനസ് അൺഫിൽറ്റർഡ്. ഷാനാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് എൻ്റെ മെഹന്തി ഫംഗ്ഷൻ ഇല്ലേ, അപ്പോൾ അത് നാളെയാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെഹന്തി ട്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂം സൈഡിൽ നിന്ന് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അങ്ങനെ അവർ ചെയ്യാൻ സമയത്ത് ആഷി ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് എൻ്റെ ഉമ്മ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മാരുടെ അടുത്ത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉമ്മ അതിനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ നൈറ്റ് മുഴുവൻ. അതിന് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യാം. ശരിക്കും ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മെഹന്തിയുടെ 2 ഡേയ്സ് മുന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ മെഹന്തി ട്രേ ഡെക്കറേറ്റ് ചെയ്യാണ്. ആഷി ശരിക്കും പറഞ്ഞാൽ ഉമ്മയുടെ അടുത്താണ് എൻ്റെ മാരേജിൻ്റെ മെഹന്തി ട്രേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. സോ ഉമ്മ ഇവിടെ കുറേ നേരം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് മുന്നേ ഉമ്മ വേറെ എന്താ പറയുക ഇതുപോലെ ചെയ്യലുണ്ട് എങ്കിലും നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മ ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉമ്മക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആഷി ഉമ്മയുടെ അടുത്ത് തന്നെ പറഞ്ഞ് ലൈക്ക് എന്തായാലും ഉമ്മ തന്നെ ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞ് അങ്ങനെ നമ്മൾ മെഹന്തിയുടെ ഹാമ്പർ ഉമ്മ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഉമ്മ എന്തായി? എന്തുവരെ ഇനി എത്ര നേരം കൂടെ എടുക്കുക ചെയ്യാൻ? 1/2 മണിക്കൂർ തീരുമോ? ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇതല്ലാതെ വേറെ എന്തോ സെറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ? അതെന്തോ ആയിരുന്നു? പിന്നെ നമ്മുടെ മറ്റേ ഈ ട്രോളി ബാഗ് ഉണ്ടല്ലോ അത് ഉമ്മ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളി ബാഗ് ഡെക്കറേറ്റ് ചെയ്ത് കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരില്ലേ അത്. പിന്നെ അതല്ലാതെ ഇനിയിപ്പോൾ ചെയ്യുന്നൊരു ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ. അതും ഇനി ചെയ്യുകയാണ്. എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉമ്മ കാണിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കതിൻ്റെ ബാക്കി ലുക്ക് നോക്കാം ചെയ്തു വരുമ്പോൾ. ഉമ്മ ശരിക്കും മെഹന്തി കോണൊക്കെ അതിലൊക്കെ എന്തൊക്കെയോ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഈ മെഹന്തിയിലെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ചുവന്ന ലേസ് വെച്ചിട്ടാണെന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ മെഹന്തി? ഓക്കെ. ഇപ്പം സമയം ശരിക്കും പറഞ്ഞാൽ 12 മണി. ഈ സമയമാണ് ഉമ്മ ഇങ്ങനെ എന്താ പറയുന്നത് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ എന്താവും. സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചിപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയത്. അപ്പോൾ ഈ ലുക്ക് തന്നെ മാറി ഹാമ്പറിൻ്റെ. ശരിക്കും ആയിരുന്നത് കാണിച്ചു കൊടുക്കട്ടെ ഉമ്മ. ഇതുവരെ എന്തൊക്കെയോ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇതുവരെ ഇരുന്ന ഹാമ്പറൊന്നുമല്ല, ഇപ്പം തന്നെ വേറൊരു ലുക്കായി ശരിക്കും പറഞ്ഞാൽ. ഇത് ഉമ്മ എന്തോന്നാ ഇത് ഫുൾ പച്ച റെഡ് ആ തീമിലാണോ ചെയ്യുന്നത്? ഗോൾഡൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ വെക്കും? ഓക്കെ ശരി. നമ്മൾ വേറെയും ഹാമ്പർ ചെയ്യുന്നുണ്ടല്ലേ വേറൊരെണ്ണം കൂടെ? ഞാൻ ശരിക്കും ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യം വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആ പുറം മാത്രം ഇങ്ങനെ കവർ ചെയ്ത് വരുന്നു. പക്ഷേ ഇത് ശരിക്കും ലുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് വന്ന് നോക്കാം അപ്പം ഉമ്മ എങ്ങനെയാണിത് സെറ്റാക്കുന്നതെന്ന്. രാവിലെ ഞാനിങ്ങനെ എണീറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്കും മെഹന്തി ട്രേ ആക്ച്വലി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ട്. ഇത് മെഹന്തീസ് ഉമ്മ വെച്ചേക്കുന്നതും ശരിക്കും പറഞ്ഞാൽ എന്താ ഇതൊക്കെ ഇട്ട് റാപ്പൊക്കെ ചെയ്ത് പിന്നെ ആക്ച്വലി നൈസായിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ഉമ്മാരുടെ അടുത്തൊരു മോഡൽ കൊടുത്തു, പക്ഷെ ആ മോഡലിലും ഇത്രയ്ക്കും അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്ലവേഴ്സൊക്കെ പോയി കളക്ട് ചെയ്ത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ വെഡ്ഡിങ് ട്രോളിയും ശരിക്കും പറഞ്ഞാൽ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നമ്മുടെ വെഡ്ഡിങ് റിലേറ്റഡ് തിങ്സ് ഒക്കെ ഇല്ലേ, ലൈക്ക് എന്താ പറയുക എനിക്ക് അവർ കൊണ്ടുവരുന്ന വെഡ്ഡിങ് ഡ്രസ്സ്, അന്ന് ഇടാനുള്ള സാൻഡൽസ്, അങ്ങനെ കുറച്ച് തിങ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള തിങ്സ് എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതും ആശി ഉമ്മയെ തന്നെ ഏൽപ്പിച്ചിരുന്നത് ചെയ്യാനായിട്ട്. സോ അങ്ങനെ ഉമ്മ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഉമ്മയുടെ മെഹന്തി ട്രേ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ മെഹന്തി വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുപ്പിവളകളും, പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ശരിക്കും ലുക്കാണ്. ഇതാണ് സ്റ്റാൻഡ് മെഹന്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ മെഹന്തി നമ്മളിങ്ങനെ അതിൻ്റെ പുറത്ത് വെക്കും. ശരിക്കും ഇത് എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു സ്പേസ് ലീവ് ചെയ്യുന്നുണ്ട്. ആ സ്പേസിൽ നമ്മൾ വെറ്റില കൂടെ വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ കുപ്പിവളകളും നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെഹന്തി ട്രേയും പിന്നെ അത് കഴിഞ്ഞിട്ട് വെഡ്ഡിങ് ട്രോളിയും, ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ അവിടോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഇത് നമ്മുടെ മെഹന്തി ട്രേയുടെ കൂടെ വെക്കാനായിട്ട് ഉമ്മ ചെയ്ത് വേറൊരു ട്രേ ആണ്. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ ഡ്രസ്സ് അവർ കൂടെ കൊണ്ടുവരുമല്ലോ, അതൊക്കെയല്ലേ ട്രോളിയിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ കൂടെ ഒരു വീലുണ്ട്, ഈ തലയിലിടുന്ന തട്ടം. എൻ്റെയും ആശയുടെയും പേര് എഴുതിയിട്ടുള്ള ആ ഒരു തട്ടാണ് ആ പൂവൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുല്ലപ്പൂവായിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്.